പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മൂല്യങ്ങളും വലിച്ചെറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായ ഒരു മൂല്യങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരൊറ്റ തപാൽ ഓഫീസും ഒഴിവാക്കിയിരുന്നില്ല സമരം കൊണ്ട്. ഒരൊറ്റ ടെലിഫോൺ ഓഫീസും ഒഴിവാക്കിയിരുന്നില്ല. അങ്ങനെ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും ഓഫീസുകളുണ്ടോ? ചൂട്ട് സമരം, ഓടക്കുറ്റി സമരം, മെഴുകുതി സമരം, എല്ലാ സമരം കൊണ്ടും കോലാഹലമായിരുന്ന ഈ കേരളത്തെ ഇപ്പം എങ്ങോട്ടാണ് വലിച്ചു കൊണ്ടുപോകുന്നത്? ചിന്തിക്കണം. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? ഒരാളുടെ പേരിൽ CBIയുടെ കേസാണെങ്കിൽ, മറ്റേ മകളുടെ പേരിൽ SFIയുടെ കേസാണെങ്കിൽ, മകൻ്റെ പേരിൽ ED അന്വേഷണമാണെങ്കിൽ, ഇത് പേടിച്ചിട്ട് കേന്ദ്രത്തിന് വഴിപ്പെട്ട് അടിമപ്പണി ചെയ്യുന്ന ഈ രീതിയിലേക്ക് നാട് പോയാൽ സുഹൃത്തുക്കളെ എങ്ങനെയായിരിക്കും? നമ്മുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളെ മാറ്റിമറിക്കുന്ന ഈ സ്കൂൾ സിലബസിലേക്ക് നമ്മൾ പോവണോ? നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചിന്തിക്കണം. നമ്മളുടെ പവിത്രമായ സംസ്കാരത്തെ അടിച്ചു തകർക്കുന്ന വളരെ ചുരുങ്ങിയ 31% ഈ RSS BJPക്ക് നമ്മൾ കീഴടങ്ങണോ? നിങ്ങളെല്ലാവരും ഓർത്തോളൂ. ഒരു സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് CH മുഹമ്മദ് കോയ പറയുകയുണ്ടായി, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനോട്, താങ്കളുടെ പൂണൂല് പുറത്ത് മാത്രമല്ല ഉള്ളിലും ഉണ്ട് പൂണൂല് എന്നതുപോലെ ഇദ്ദേഹം എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് കപ്പിത്താനാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കപ്പിത്താൻ ഇവിടുത്തെ സമൂഹത്തെ എങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നു? ഇന്ത്യ രാജ്യത്തിൻ്റെ സംസ്കാരം വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്കും വലിച്ചു കൊണ്ടുവരുന്നു. കാരണം എന്താ? ഈ 3 കേസുകളാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ 3 കേസുകളുടെ പേടിയിൽ, ഭയത്തിൽ BJPയെ പേടിയാണ്, ബാക്കി RSSനെ പേടിയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പേടിക്കുന്നത് എന്നതിൽ ഖേദമുണ്ട്, ദുഃഖമുണ്ട്. കാരണം വളരെ ശക്തമായി പ്രതിഷേധവും സമരവും നടത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി